നിങ്ങൾ പലരും ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് റൈറ്റ് ജോബിന്റെ സെർച്ചിങ്ങിലായിരിക്കും. നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പാഷനും വാല്യൂസും ഗോൾസും ഇൻട്രസ്റ്റും എല്ലാമായിട്ട് അലൈൻഡ് ആയിരിക്കണം. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് നിങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ലൈക്ക് ജോബ് സ്റ്റെബിലിറ്റി, സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, പേഴ്സണൽ ഫുൾഫിൽമെന്റ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇവാലുവേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊരു റീസെന്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങളോട് തന്നെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന 10 ചോദ്യങ്ങളായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യം തന്നെ ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വരിക. സോ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് പോകുന്നവർക്കും IT കരിയർ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഭാവി വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റി, പേഴ്സണൽ ഫുൾഫിൽമെന്റ്, ലൈഫ് സ്റ്റൈൽ, ഇൻകം, ഫാമിലി, റിട്ടയർമെന്റ് എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കരുത്. നിങ്ങൾക്ക് ഏത് കരിയർ തിരഞ്ഞെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാ കരിയർ തിരഞ്ഞെടുക്കാനും ആക്ച്വലി 4 സ്റ്റെപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. രണ്ടാമത്തത് നിങ്ങളുടെ കറന്റ് സ്കില്ലും എഡ്യൂക്കേഷനും ആയിട്ട് അസസ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളതാണ്. മൂന്നാമത്തത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങളുടെ കരിയറിലൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ തരാൻ പറ്റുന്ന തരത്തിലുള്ള കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് കറണ്ട് എംപ്ലോയ്മെന്റ് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ 4 സ്റ്റെപ്പും എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട 10 ചോദ്യങ്ങളായിട്ടാണ് ഈ വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. സോ ഈ വീഡിയോ പോസ് ആയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തുകൊണ്ട് വരിക. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, വാല്യൂസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ് എന്നുള്ളതാണ്. ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങളോട് ചോദിക്കേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ മൈ ഇൻട്രസ്റ്റ്, എൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം പേപ്പറിൽ എഴുതാനായിട്ട്. ഇതിനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ ഫ്രീ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇപ്പം കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഭാവിയിൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു കാറ്റഗറിയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ മൈ വാല്യൂസ് എന്നുള്ളത്. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള വാല്യൂ സിസ്റ്റം ആയിരിക്കും. ചിലർക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും, ചിലർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും, ചിലർക്ക് സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കും, ചിലർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും. ഈ വാല്യൂ സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കരിയറാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മിനിമം ഒരു 3 to 5 വാല്യൂസ് എങ്കിലും നിങ്ങൾ കാണും. അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ പ്രയോറിറ്റീസും ആസ്പിറേഷൻസും ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ലൈക്ക് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് ഏതൊക്കെ ജോബ് ഉണ്ടെന്ന് നോക്കുക. വർക്ക് ലൈഫ് ബാലൻസ് ആണെങ്കിൽ അതിന് ഏതൊക്കെ ജോബ് ഉണ്ടെന്ന് നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മൈ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ ചിന്തയും ഫീലിംഗ്സും ബിഹേവിയറും എല്ലാം നിയന്ത്രിക്കുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആർ യു എ ലീഡർ ഓർ എ ഫോളോവർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനു മുമ്പുള്ള പല സാഹചര്യത്തിൽ നിങ്ങൾ ബിഹേവ് ചെയ്ത രീതി അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനാണോ അതോ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനാണോ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മൂന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ബാക്കിയുള്ളവരെ എംപവർ ചെയ്യാൻ, അവർ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ അവരെ ഗൈഡ് ചെയ്യുന്ന ആളാണോ എന്നുള്ളത് ചിന്തിക്കുക. പിന്നെ നാലാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് ആണോ അതേ സ്ട്രക്ചേർഡ് ആൻഡ് റൂട്ടീനായിട്ട് പോകുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സാഹചര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ സ്കിൽസിനെയും എഡ്യൂക്കേഷനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ മൈ സ്കിൽസ്, എൻ്റെ സ്കിൽസ് എന്താണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും ഹാർഡ് സ്കിൽസിനെയും കുറിച്ച് ചിന്തിക്കുക. ഹാർഡ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച് നേടിയ സ്കിൽസ് ലൈക്ക് പ്രോഗ്രാമിംഗ്, ഡാൻസിങ് അങ്ങനെയൊക്കെ പറയാം. സോഫ്റ്റ് സ്കിൽസ് പറയുമ്പോൾ ടീം വർക്ക്, ടൈം മാനേജ്മെന്റ്, എംപതി, പ്രോബ്ലം സോൾവ് സ്കിൽസ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്കിൽസ് ഏത് പ്രായത്തിലും നമുക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്കിൽസ് ഇല്ലാന്ന് നിങ്ങൾ ഒരു കരിയർ ഓപ്ഷനും വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. രണ്ടാമതായിട്ട് ഈ ഒരു കാറ്റഗറി നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ടാലൻസും സ്ട്രെങ്സും എന്താണെന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള സ്കിൽസും ടാലൻസും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ക്ലോസ് സർക്കിളുള്ള ഫ്രണ്ട്സിനോടോ പാരന്റ്സിനോടോ ക്ലോസ് റിലേറ്റീവ്സിനോടോ കസിൻസിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ മതിയാവും. ഇത്തരത്തിലുള്ള ടാലൻസും സ്ട്രെങ്സും ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻസും സ്ട്രെങ്സും കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡായിട്ട്
ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിൽ മിനിമം ഒരു 10 എണ്ണമെങ്കിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലൊരു ടോപ്പ് 2 to 3 ഒക്കെ ആയിരിക്കും നിങ്ങളുടെ, അല്ലെങ്കിൽ ടോപ്പ് 5 ആയിരിക്കും നിങ്ങളുടെ ടാലൻസ് ആൻഡ് സ്ട്രെങ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരിയറിന് എന്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാണ്. ചില കരിയറിന് അഡ്വാൻസ് ട്രെയിനിങ്ങും ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വേണ്ടി വരും. എന്നാൽ മറ്റു ചില കരിയർ ഓപ്ഷൻസിന് അത്രത്തോളം ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോ അഡ്വാൻസ് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വരത്തില്ല. ചിലർക്ക് സമയം കൂടുതലെടുക്കാം, ചിലർക്ക് സമയം കുറച്ചേ എടുക്കത്തുള്ളൂ. ഉദാഹരണത്തിന് ഒരു ഡോക്ടറാകാനായിട്ട് 5 വർഷത്തോളം പഠിക്കുകയുണ്ട്. പിന്നെ ഇപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ഏതെങ്കിലും ഒരു PG ഒക്കെ എടുത്താൽ മാത്രമേ നല്ല കരിയർ ഡോക്ടർ എന്ന നിലയ്ക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ IT കരിയറൊക്കെ ആണെങ്കിൽ ഒരു 6 മാസം ട്രെയിനിങ്ങോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഡോക്ടറിനെ അപേക്ഷിച്ച് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും IT കരിയറിന് ഇല്ല. നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ലോങ് ടൈമിൽ നല്ല കരിയർ ഗ്രോത്ത് ഉള്ളതാണ് IT മേഖല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ ടെക് ജോബിന് ഓരോന്നിനും ഓരോ സ്കിൽസാണ്. പിന്നെ ടെക് ജോബിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ജോബുണ്ട്. കോഡിംഗ് ആയിട്ടുള്ളത്, നോൺ കോഡിംഗ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോബിൽ നിങ്ങൾക്ക് കോഡിംഗ് ആണ് കൂടുതൽ ഇഷ്ടം, നോൺ കോഡിംഗ് ആണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. തേർഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സാലറിയും ലൈഫ് സ്റ്റൈലും റിലേറ്റഡ് ആണ്. അതിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര മന്ത്ലി ഇൻകം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പം ഇതിൽ പലരും വിചാരിക്കും എനിക്ക് ഒരുപാട് പണമുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ സ്പെസിഫിക് നിങ്ങളുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജീവിതം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര മന്ത്ലി ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും. അതൊരു ഇയർലി ഒരു 10% 20% ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ഒന്ന് കണക്കാക്കുക. ഓരോ കരിയറിനും ഓരോ തരത്തിലുള്ള മോണിറ്ററി റിവാർഡ്സ് ആണ് ഉള്ളത്. പലരും പറയും സാലറി അല്ല പ്രധാന ഘടകം കരിയറിന്. പക്ഷേ സാലറി അല്ല പ്രധാന ഘടകം എന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡു യു വാണ്ട് ടു ലീവ്? ചില ജോലികൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, എന്നാൽ ചില ജോലികൾ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ടെക് ജോബ്സ് ഒക്കെ ആണെങ്കിൽ കേരളത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പം നിങ്ങൾ IT ജോബാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ജില്ലകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ജില്ലകളിലോട്ട് മാറേണ്ടതായിട്ടുള്ള ഒരാവശ്യം ഉണ്ടാകും. സോ അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇപ്പം വേറെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഫോർത്ത് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ കോമ്പറ്റീഷനെയും അവൈലബിലിറ്റിയും കുറിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മേഖലയിൽ, ഈ ഒരു കരിയറിൽ ഇനഫ് ആയിട്ടുള്ള ജോലി ഉണ്ടോ എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ജോബ് പോർട്ടൽസിൽ നോക്കാം. ഇൻഡീഡ്, നൗക്കരി, ലിങ്ക്ഡിൻ പോലെ സൈറ്റിൽ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരിയറിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാം. പിന്നെ കൂടാതെ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം എല്ലാ വർഷവും ലോകത്തിലെ മികച്ച 10 ജോലിയുടെ സ്റ്റാറ്റ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ 10 ജോബ് പ്രൊഫൈലും 8 ജോബും IT റിലേറ്റഡ് ജോബ്സ് ആണ്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതിയാവും, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് 10ാമത്തെയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കോമ്പറ്റീറ്റീവ് ഈസ് ദിസ് കരിയർ പാത്ത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഹൈ കോമ്പറ്റീഷൻ ഉള്ള കരിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഹൈ റിവാർഡും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ലെസ് കോമ്പറ്റീറ്റീവ് ആയുള്ള ഇൻഡസ്ട്രിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. സോ നമ്മൾ ഇത്രയും കാര്യം നോക്കിയ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് 10 ക്വസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും വാല്യൂസും പേഴ്സണൽ ട്രൈറ്റ്സ് ഒക്കെയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എൻ്റെ വാല്യൂ സിസ്റ്റംസ് എന്താണ്, എൻ്റെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളതാണ്. സെക്കൻഡ് കാറ്റഗറി സ്കിൽസിനും എഡ്യൂക്കേഷനും കുറിച്ചുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ സ്കിൽസ് എന്താണ്, എൻ്റെ ടാലൻസും സ്ട്രെങ്സും എന്താണ്, ഈ ഒരു കരിയർ പാത്തിന് വേണ്ടി ഞാൻ എന്ത് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. തേർഡ് കാറ്റഗറി സാലറിയും ലൈഫ് സ്റ്റൈലിനെയും ബന്ധപ്പെട്ടുള്ളതാണ്. സെവൻത് ക്വസ്റ്റ്യൻ എത്ര പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈലാണ് ആഗ്രഹിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഞാൻ ഈ കരിയർ പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ലൊക്കേഷനിൽ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ളതാണ്. ഫോർത്ത് കാറ്റഗറി അവൈലബിലിറ്റിയും കോമ്പറ്റീഷനെയും കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു മേഖലയിൽ ഇനഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റ് എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണെന്നുള്ളതാണ്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യനും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ ചെയ്യുക. ഒരു 5 to 6 hours എടുത്ത് ആൻസർ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീപ്പായിട്ട് ചിന്തിച്ച് ഫോക്കസ്ഡ് ആയിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ഐഡിയക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.